Hi guys, good morning and welcome to a new vlog. Very happy to be here. Back to Calicut ആണ്. നമ്മൾ കാലിക്കട്ട് വന്നിരിക്കുകയാണ്. സോ കാലിക്കട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഫസ്റ്റ്ലി കുറച്ച് നമ്മുടെ ഹൈവേ ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഫുൾ ഹൈവേ ഓപ്പൺ ആയുണ്ടല്ലോ. പിന്നെ കാലിക്കട്ട് ഗ്യാരണ്ടി കൊച്ചി ടു കാലിക്കട്ട് ഒരു 2.5 മണിക്കൂർ മാക്സിമം 2.5 മണിക്കൂർ ഇൻക്ലൂഡിങ് ബ്രേക്ക്. ഇപ്പോൾ കുറച്ചൊക്കെ സ്ട്രെച്ച് ഓപ്പണായി. ബ്യൂട്ടിഫുൾ റോഡ്സ് ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഓപ്പൺ സൂൺ. പിന്നെ എല്ലാ വീക്കെൻഡ്സും ഒന്നില്ലെങ്കിൽ കാലിക്കട്ട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആയിരിക്കും. നമ്മുടെ ടൂറിസം ഉണ്ടല്ലോ വേറെ ലെവലിലേക്ക് പോകും. എല്ലാവരുടെയും വരുമാനം കൂടും. നോക്കിക്കോ, ഹോൾ കേരളത്തിന് ആ ഒറ്റ ഒരു റോഡ് കാരണം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പാരഗണിലാണ്. ഇവിടുന്ന് അപ്പവും സ്റ്റൂവും കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. ഗൈസ്, ഇത് ഞാൻ പിന്നെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ആ റോഡിൻ്റെ കാര്യം പറഞ്ഞതും ആ റോഡ് ഇടിഞ്ഞു വീണതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് തിരിച്ചു പോയത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ആ റോഡ് ഞാൻ പറഞ്ഞില്ലേ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായല്ല, കേരളത്തിന് ഇക്കോണമിയെ മാറ്റാൻ സ്കോപ്പുള്ളായിരുന്നു. ഇനി ഇത് എത്ര വർഷം എടുക്കും, 10 വർഷം 15 വർഷം എടുക്കും എന്നൊന്നും അറിയില്ല. ശരിക്കും ഒരു ലാൻഡ്മാർക്ക്, ഒരു ഏറ്റവും പ്രൗഡ്, കൊച്ചി മെട്രോ പോലെ തന്നെ ഒരു ഏറ്റവും പ്രൗഡാവുന്ന ഒരു സംഭവമായിരുന്നു അത്. ഐ ടോട്ടലി വോണ്ടഡ് ദിസ് പ്രോജക്റ്റ് ടു ഫിനിഷ് ക്വിക്ലി ആൻഡ് നമ്മളെ നാട്ടുകാർക്ക് ഇത് എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻ. ഹോപ്പ്ഫുള്ളി വേഗം ഇത് ശരിയാവും. സോ ബാക്ക് ടു ദ വീഡിയോ. കാലിക്കട്ട് വന്നപ്പോൾ തന്നെ തുടക്കം തന്നെ ഒരു പൊറോട്ട, അതൊരു ഭംഗിക്കാണ്. ഒരു ഫുൾ ചിക്കൻ സ്റ്റ്യൂ, സ്റ്റീമിങ് സ്റ്റ്യൂ, നല്ല വെള്ളയപ്പം, കുറച്ച് പുട്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കാലിക്കട്ട്. ആകട്ടെ, ചിക്കൻ സ്റ്റ്യൂ നമുക്ക് അപ്പത്തിൻ്റെ മുകളിൽ ഒഴിക്കാം. കുറച്ച് ഗ്രേവി മുകളിൽ, എന്നിട്ട് ക്രിസ്പി ഭാഗം പൊളിച്ച് ഇടിച്ച് കുറച്ച് ചിക്കനും കൂടെ എടുത്താൽ ഞാൻ പറയാണ്, റോഡ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിക്കട്ട് പാരഗണിൽ വന്ന് മിക്ക ദിവസത്തെ ഒരു മാസത്തിലോ 2 വീക്കെൻഡെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്തൊരു ടേസ്റ്റാണ്. ജസ്റ്റ് എ പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ആൻഡ് സ്റ്റ്യൂ ഓഫ് പാരഗൺ. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്നറിയാം, അപ്പത്തിനൊരു മധുരമുണ്ട്. പക്ഷേ ഇത് ഭയങ്കര മറ്റൊരു തിക്ക് ക്രീമി ഗ്രേവി ഒന്നും അല്ല. ആ സമയത്ത് നമുക്ക് വേണ്ട ഫ്ലേവേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. ചിക്കൻ ഇസ് ഓൾസോ സോ സോഫ്റ്റ്, സോ മൈൽഡ്. നമ്മുടെ സ്റ്റൊമക്കിന് ഒരു റിലാക്സേഷനാണ്. മോർണിംഗ് സ്പാ ആണ് ഇവിടുത്തെ സ്റ്റ്യൂ. മോർണിംഗ് സ്പാ. ഈ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പൊറോട്ടയും സ്റ്റൂവും. പ്രിൻസ് പുട്ടാണ്, പുട്ടിൻ്റെ ആളായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ ഇതിൽ കുരുമുളകിൻ്റെ ഫ്ലേവറും അടിപൊളിയായി കിട്ടുന്നുണ്ട്. പക്ഷെ ആ സ്പൈസി ആയിട്ടുള്ള ഒരു കുത്തലും ഇല്ല കുരുമുളകിന്. പൊറോട്ടയും സ്റ്റൂ, അതും സൂപ്പറാണ്. സൂപ്പർ പുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാം ഈ സ്റ്റൂവിൻ്റെ ഗുണമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നന്നാവും. അതുപോലെ തന്നെ സ്റ്റൂ ഉണ്ടെങ്കിൽ പുട്ടാണെങ്കിലും പൊറോട്ട ആണെങ്കിലും നന്നാവും. ഞാൻ സ്റ്റൂ, ഇവരുടെ ഇടയിലുള്ള ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ. ഗൈസ്, സോ കിഡ്ലം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ കാലിക്കട്ട് വന്നത് നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റിന്റെ ഹാളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യാനാണ്. സോ ജൂലൈ 12th and 13th ആണ്. സോ കൺസിഡർ ദിസ് എ പേഴ്സണൽ ഇൻവിറ്റേഷൻ. ആൻഡ് താല്പര്യമുള്ള ബ്രാൻഡ്സ് ഈ അടി കാണുന്ന നമ്പറിലേക്ക് എൻക്വയറി വിടുക. വി ആർ ഗോയിങ് ടു ഹാവ് ഫുഡ്, വി ആർ ഗോയിങ് ടു ഹാവ് ക്ലോതിങ്, ജ്വല്ലറി, ലോട്ട് ഓഫ് സ്റ്റാഫ്. സോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത ബ്ലോഗിലായിട്ട് ഇടാം. പക്ഷെ അതിനുവേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ എൻക്വയറിക്ക് നിങ്ങൾ ഈ അടി കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. സോ വി ആർ ഇൻവൈറ്റിംഗ് വെൻഡേഴ്സ്, വുമൺ ഓൺടർപ്രണേഴ്സ് ഓൺലി. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്കിന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്, എനിക്ക് തോന്നുന്നു വേൾഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇന്ത്യയും പിന്നെ കുറച്ച് മേ ബി മോൾഡീവ്സ്, ശ്രീലങ്ക, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ദുബായ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അഫോർഡബിൾ താജ് സ്റ്റേ ഇസ് ഇൻ കാലിക്കട്ട്. ഞാൻ ഈ ഒരു ഹോട്ടൽ, താജ് ഹോട്ടൽ, ഒരു ഓഫേഴ്സ് അങ്ങനെ ഒന്നുമില്ല. മേക്ക് മൈ ട്രിപ്പിൽ ബുക്ക് ചെയ്തത് വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് GST റിട്ടേൺസ് ഒക്കെ കിട്ടുമല്ലോ. സോ എല്ലാം കൂടെ കഴിഞ്ഞാൽ ഒരു 3200 രൂപ, 3200 rupees ഒരു താജ് ഹോട്ടലിൽ താമസിക്കാൻ പറ്റുന്നു. സോ ഇന്ന് ഞാൻ അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫുഡും കാണും. പക്ഷെ 3200 രൂപയ്ക്ക് താജ് താമസിക്കുന്നത് വേർത്ത് ആണോ? ഇസ് ഇറ്റ് ലൈക്ക് അമേസിങ് വാല്യൂ ഫോർ മണി? ഇത് എനിക്ക് തോന്നുന്നു ഒരു 30 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു താജിന്. ഗേറ്റ് വേ താജ് കാലിക്കട്ടില്. പക്ഷെ ലെറ്റ്സ് സീ ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് ഓർ നോട്ട്. സോ ഫസ്റ്റ് ഇംപ്രഷൻ, പ്രിയ, can you believe ഒരു 3200 രൂപയുടെ ഹോട്ടലാണിത്? ഒരു
ഒരു ലുക്കും ഇല്ല കേട്ടാ. ഞാൻ പഴമയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാ പോലും ലുക്സ് ലൈക്ക് എ പ്രോപ്പർ താജ് ഹോട്ടൽ. അടിപൊളി. ഫസ്റ്റ് ഇംപ്രഷൻ കേറുമ്പോ തന്നെ. ഓഫർ ഒന്നുമില്ല, സാധാരണ വെറുതെ ബുക്ക് ചെയ്തപ്പോ കിട്ടിയതാ. ആ യാ, ഇനി ഇത് തന്നെ അല്ലേ? ഗേറ്റ് വേ താജ് എഴുതിയിട്ടില്ല, ഗേറ്റ് വേ എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഈ കാണുമ്പോൾ തന്നെ യു കനോട്ട് ബിലീവ് ദിസ് ഇസ് എ 3,200 റുപ്പീസ് പ്രോപ്പർട്ടി. ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ഒരു കേരള തനിമയാണ് നമുക്ക് ഇവിടെ മൊത്തം കിട്ടുന്നത്, ഒരു പഴയ കേരള തനിമ. പഴമ അറിയണ ഹോട്ടലിൻ്റെ പഴമ അറിയണമെങ്കിൽ ഇത് ഇങ്ങനത്തെ സോക്കറ്റൊക്കെ ഇപ്പം എവിടെ കാണാനല്ലേ. പക്ഷെ ഫുൾ വുഡാട്ടോ, ഫുൾ വുഡിലാണ് ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് ആ റിച്ച്നെസ് എത്ര വർഷം കഴിഞ്ഞാലും നമുക്കത് ആ ഒരു ക്ലാസ് തോന്നിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കോർണർ റൂമാണ് തന്നിരിക്കുന്നത്. പഴമ നമുക്ക് എവിടുന്നേ തോന്നുന്നുണ്ട്. Hi guys, welcome to Gateway Calicut. ഫസ്റ്റ് ഇംപ്രഷൻ ഹോട്ടല് അതായത് ഒരു പഴമ തോന്നിക്കുന്നുണ്ട്, പഴയ ഹോട്ടലും തോന്നിക്കുന്നുണ്ട്. പക്ഷെ ആ താജിന്റേതായ ഒരു പ്രീമിയംനെസ്സും തോന്നിക്കുന്നുണ്ട്. പഴമയ്ക്ക് ഒരു ഭംഗിയുണ്ട്. അതെ, അത് പഴയത് നമ്മൾ ഈ ഇതാക്കി വെക്കുമല്ലോ, മെയിൻറ്റെയിൻ ചെയ്ത് ആ അതെ, അതിന്റെ ഇതൊന്നും കളയാത്ത രീതിയിൽ അങ്ങനെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നീറ്റ് ആൻഡ് ക്ലീനും ആണ്. പക്ഷെ 3,300 റുപ്പീസിന് ഇത് അൺബീറ്റബിൾ വാല്യൂ കേട്ടോ. അപ്പൊ ചെറിയ റൂമാണ്. എനിക്ക് തീരെ ചെറുതായിട്ടും തോന്നിയില്ല. നമ്മള് കമ്പയർഡ് ടു അതർ ന്യൂ ഹോട്ടൽസ് അല്ലേ, ഒരു ഹെറിറ്റേജ് ഹോട്ടൽ, പഴമയായ ഒരു ഹെറിറ്റേജ് ആയ ഹോട്ടൽ ഒരു പുതുതാക്കി എടുത്തിരിക്കുന്നു. പക്ഷെ പുതുതാക്കി എടുത്തിരിക്കുന്നതിലും പഴമ കാണിക്കുന്നുണ്ട്. സോ കേറി വരുമ്പോ തന്നെ ആദ്യം ഒരു വാർഡ്രോബ് പഴയതായിരിക്കും കേട്ടാ. വുഡൊക്കെ കണ്ട, വുഡിലൊക്കെ കണ്ട നമുക്ക് ഇത് കണ്ട നമുക്ക് പെയിന്റും അതൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു എന്താ ഒരു ഡേർട്ടി ഫീലിംഗോ അങ്ങനെ ഒന്നും തോന്നില്ല അല്ലേ. പിന്നെ ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെയും വലിയ മിറർ എങ്കിലും ഒരു ഹെറിറ്റേജ് മിറർ ഉണ്ട്, പഴയതായത് ഹെറിറ്റേജ് മിറർ ഉണ്ട്. പിന്നെ ലഗേജ് റാക്ക് ഉണ്ട്. ഈ ടൈപ്പ് ഫ്ലോറിംഗ് ഒക്കെ എനിക്ക് വേറെ എവിടെ കണ്ടെന്ന് ഓർമ്മയുണ്ടോ? നമ്മള് തായ്ലൻഡിൽ ഇന്ദിരാ റീഗന്റ് ഹോട്ടലില്ലേ, അവിടെ അതും ഏകദേശം ഒരു 50-60 വർഷം പഴക്കമുണ്ട്. ഇതൊരു 30-35 ഇയേഴ്സാ അത്രയുണ്ട്. മെയിന്റനൻസിൽ തോന്നില്ല, പക്ഷെ മെറ്റീരിയൽസിൽ തോന്നുന്നുണ്ട്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറം ഈ ഒരു ഹോട്ടൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഫുൾ റെന്യൂവേറ്റ് ചെയ്ത് വലിയ ബെഡ്, അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് നല്ല ഉറക്കം വേണമെങ്കിൽ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ. ഞങ്ങളൊരു ഉറക്കം കഴിഞ്ഞു, അതാ പറയുന്നത്. വലിയ ബെഡ് ഉണ്ട്, നല്ല സുഖമായിട്ട് ഉറങ്ങി. പിന്നെ നല്ല സൗണ്ട് ഇൻസുലേഷൻ ഉണ്ട്, വെളിയിലത്തെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. പിന്നെ ഫ്രിഡ്ജ്, എല്ലാ എമ്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ പഴമ നോക്കണമെങ്കിൽ കണ്ട ഇതുപോലെ കുറച്ച് ഫേഡഡ് ലാമ്പ് ഷെയ്ഡ്സ്, അതിന്റെ ബ്രാസ് ഹോൾഡിങ്സിൽ ഇതുപോലത്തെ കുറച്ച് പെയിന്റ് പോലെ അങ്ങനത്തെ കുറച്ചുണ്ട്. പക്ഷെ ഓവറോൾ ഇറ്റ്സ് ഗുഡ്. എനിക്കൊന്നും അവർ വുഡ് ചിലപ്പോൾ പുതിയ ചെയ്തായിരിക്കും, അതുകൊണ്ടാണ് അത്യാവശ്യം ഒരു ന്യൂനെസ് തോന്നിക്കുന്നത്. അതും നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇവിടെ പൂളും ജിമ്മൊക്കെ ഉണ്ട്, അതൊക്കെ പയ്യെ കാണിക്കാം. നമുക്ക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ കാലിക്കറ്റ് ബീച്ചിന്റെ അടുത്താണ്. എനിക്ക് തൊട്ടടുത്താ. ആൻഡ് ഏറ്റവും വേറൊരു സംഭവം എന്താണെന്നറിയോ, ബാത്റൂമില് ഇത്രയും പഴയ ഹോട്ടലായിട്ടും മറ്റേ ഇലക്ട്രിക്കൽ ബ്ലൈൻഡ്സ് ഇത് ഞാൻ കാണിച്ചു തരാം. എന്ത് ബാത്റൂമില് മറ്റേ ഹാൻഡ് ഷവർ ഇല്ല, വെറും ഷവർ മാത്രമേ ഉള്ളൂ. സാധാരണ അങ്ങനെ കാണാറില്ലല്ലോ, പണ്ടത്തെ സ്റ്റൈല. പക്ഷെ നല്ല ഇവരുടെ ഹെറിറ്റേജിന് വേണ്ടി ഇത് കണ്ട സ്വിച്ച് പഴയതാ, പക്ഷെ ടെക്നോളജി വലിയ പഴയതല്ല കേട്ടോ. പിടിച്ചു വിളിക്കാൻ ഇവിടെ 2 ഹാൻഡിലും ഉണ്ട്. പിന്നെ നല്ല കോസ്മെറ്റിക് പ്രോഡക്ട്സും എല്ലാം അവരുടെ ടോയ്ലറ്ററീസ് ഒക്കെ ബയോടെക് തന്നെയാണ്. സോ ഇറ്റ്സ് ഓൾ ഗുഡ്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഹോട്ടൽ ഏരിയാസും കൂടെ കാണാം. പക്ഷെ അൺബിലീവബിൾ വാല്യൂ ഫോർ മണി, അത് പറയാൻ വയ്യ. നല്ല സർവീസും. ഈ ലോബി ഒക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ പാലസിൽ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഈ ഒരു ഏരിയയും ആ റിസപ്ഷൻ ഒക്കെ.
ചെറിയൊരു കേരള പാലസിന്റെ ഒരു ലുക്ക് ഇല്ലേ? നല്ല മണം. അത് താജിന്റെ ഒരു ഇതാണ്, സ്പെഷ്യലാണ്. സ്പെഷ്യലാണ്. ഈവൻ ആ റൂം എഴുതിയിരിക്കുന്നതും പെയിന്റിങ്സും എവറിത്തിങ് ഇസ് നൈസ്. ഹെറിറ്റേജ് ഫീൽ ഉണ്ട്. എനിക്ക് വേറൊരു കാര്യം തോന്നുന്നു ഇഷ്ടപ്പെട്ട ഈ ഇതില്ലേ, നമ്മുടെ ലിഫ്റ്റിന് അടിച്ചിരിക്കാനുള്ള സ്ഥലം കണ്ടായിരുന്നു. ഇപ്പൊ സപ്പോസ് നമ്മൾ റൂം ക്യൂ അല്ല ഇരുന്ന് മറന്നാ വിളിച്ച് പറയാനോ ആർക്കെങ്കിലും വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടില്ലേ? ആ, ഇതൊരു വേണ്ട ഫീച്ചറാണ്. എപ്പോഴും ഒന്നില്ലെങ്കിൽ കീ കാർഡ് വർക്ക് ചെയ്യാതിരിക്കുവോ, റൂമിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതിയല്ലോ വിളിച്ച് പറയാൻ. നല്ല ഭംഗിയുണ്ട്. ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. ലിഫ്റ്റിന്റെ അകം തന്നെ കണ്ട എല്ലാം മറ്റൊരു പഴയ ഫോണാണിത്. വെരി നൈസ്. എല്ലാം ഇതെനിക്കൊന്ന് ഇവരുടെ പുതിയ ആമ ട്രെയിൽസിന്റെ ഒക്കെ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ എവറിത്തിങ് ഇസ് വെരി നൈസ്. സ്മോൾ ലിഫ്റ്റ് അതുപോലെ, പക്ഷെ യു ഫീൽ ഇറ്റ്സ് ലൈക്ക് സ്പെഷ്യൽ ഹെറിറ്റേജ്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടുത്തെ ആംബിയൻസ് കുറച്ചും കൂടെ ബെറ്റർ അല്ലേ? ലൈറ്റ് അപ്പ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റോറൻറ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ നല്ലൊരു കൊളോണിയൽ ഇംഗ്ലീഷ് റെസ്റ്റോറൻ്റ് ഒക്കെ ഒരു ഇൻറ്റീരിയർ. ആൻഡ് ഫൈനലി നമ്മൾ വന്ന മെയിൻ തിങ്, ഈവനിങ്ങിന് ഒരു സ്റ്റേക്കേഷന് പറ്റിയ കിടിലം പൂള്, ഒരു കിടിലം പൂളും ഉണ്ട്. വലിയൊരു കിഡ്സ് പൂളിൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ മുകളിലൊരു ചെറിയ കിഡ്സ് പൂളുണ്ട്. അതൊന്നും അല്ലാതെ നല്ല ചൂടത്ത് ഇറങ്ങാൻ പറ്റിയൊരു അടിപൊളി സ്വിമ്മിങ് പൂള്. ഒന്ന് ഇറങ്ങട്ടെ. ഇതും നല്ല രസമുണ്ട്. ഇവരുടെ ലൗഞ്ച് ഏരിയയൊക്കെ സൺബെഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ മഴ വെയിലുണ്ടെങ്കിൽ പിന്നെ മാറിയിരിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു നല്ല ഏരിയ ഉണ്ട്. ഇത് സൺ ലൗഞ്ചസ്. കൊള്ളാം, അടിപൊളി സെറ്റപ്പ്. ഇതിക്കേ ഓർമ്മ പോലുമില്ല ഏത് പൂളാണ് 7 feet ഡെപ്ത് ഉള്ളതെന്ന് ഒരു ഹോട്ടലിൽ. ഇത് പഴയതായതുകൊണ്ടായിരിക്കും. ഡീപ്പ് സൈഡ് 7 feet ആണ്, അല്ലാതെ ഒരു ആവറേജ് 5 feet ആണ്. ചെറിയൊരു ഏരിയ മാത്രമുള്ള 3 feet. സോ ഐ തിങ്ക് സോ പണ്ടത്തെ റെഗുലേഷനിൽ പണിതായിരിക്കും. പക്ഷെ നീ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ ചൂടത്ത് പെർഫെക്റ്റ്ലി ചെറിയൊരു തണുപ്പുള്ള ഒരു വെള്ളവും, പക്ഷേ സറൗണ്ടിങ് ഏരിയ കംപ്ലീറ്റ് ഒരു പച്ചപ്പിൻ്റെ ഒരു ഫീലിങ്ങുമാണ്. അടിപൊളി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയൊരു സർപ്രൈസ് പാക്കേജാണ് ഗേറ്റ് വേ താജ് കാലിക്കറ്റ്. വെളിയിലിറങ്ങിയാലും സിറ്റിയുടെ അകത്താന്നേ പറയില്ല, വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രം അല്ലേ? ഇതുപോലെ ഇവിടെ 2 സൈഡിലും ഡെക്കറേഷൻസ്. എന്ത് രസമാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. റിസോർട്ട് ഫീൽ ഉണ്ട്. ആക്ച്വലി ഉണ്ടല്ലോ, ഈ അടുത്തുള്ളവർക്ക് വളരെ ബഡ്ജറ്റായിട്ട് സ്റ്റേക്കേഷന് വരാൻ പറ്റിയ സ്ഥലമല്ലേ? കാരണം ഞാൻ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറവാണ്. കൊച്ചിനും ട്രിവാൻഡ്രം വെച്ച് നോക്കുമ്പോഴും കുറവാണ്. പക്ഷേ ഇത് ഒരു സ്റ്റേക്കേഷന് പറ്റിയ സ്ഥലമാണ്. നമുക്ക് വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് റേറ്റ് കിട്ടിയത്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 4000 കിട്ടിയാലും ഓക്കെ അല്ലേ 2 പേർക്ക്? എന്താണെന്നറിയാം, അത് ചിലപ്പോൾ ഈ ഇടയ്ക്ക് റേറ്റ് കുറയും. ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു 6000 കാണിക്കും. ആയിരിക്കും. ഇവിടെ പാലട ഇല്ലാത്തൊന്നുമില്ല. ബബിൾ ടീ, പാലട, കോൾഡ് കോഫി എല്ലാം ഉണ്ട് ബീച്ചില്. ഏതാ ടെഡിബെയറിനെ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കുക. ജഫ്രിന്റെ ബാസ്കറ്റ് ഇതുപോലെ, ജഫ്രി റെഡി ആയിരിക്കും ഇതുപോലെ ഡ്രസ് ഇട്ട് നിൽക്കാൻ. ബാക്കിൽ ഇതുപോലത്തെ ഒരു സാധനം തൂക്കുക. എന്തൊരു തിരക്കത്. ഇപ്പൊ അവിടെ ഇരുന്ന് വല്ല 2 വർത്തമാനം പറയുന്നുണ്ടായിരിക്കും. അന്ന് പപ്പാനി ആയതിന്റെ കട, പപ്പാനി വാങ്ങിയതിന്റെ കൂലി കൊടുത്തിട്ടില്ല. എന്താ അത് റെഡിയാ. സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ, ഞാൻ ഓപ്ഷൻസ് ചോദിച്ചപ്പോൾ ആരും സജസ്റ്റ് ചെയ്തിട്ടില്ല ഈ സ്ഥലം. അപ്പോൾ സജസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ നാളെ പോവാം. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇവിടുത്തെ ആ പാൽക്കപ്പ ഒരു വികാരം തന്നെയാണ്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്കറിയില്ല എന്താ ആദാമിൻ്റെ ചായക്കട ഇവിടെ പോപ്പുലർ അല്ലേ, പക്ഷെ എന്തൊരു ടേസ്റ്റി ഫുഡാണ് ഇവിടെ. അപ്പോൾ പാൽക്കപ്പയും കൂടെ കഴിച്ച് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ കാലിക്കറ്റ് അവസാനിപ്പിക്കാമെന്നാണ് പ്ലാൻ. ഇതായിരുന്നു ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ കുറവ്. ഇപ്പം 1.5 ഡെക്കറേഷൻ ആയിട്ടുണ്ട്. ദുബായിലെ പോലെ തന്നെ AC, ആദാന്റെ ചായക്കട AC ആക്കി. അടിപൊളി ഇന്റീരിയേഴ്സ് കേട്ടോ. ശരിക്കും ഇവിടെ കുറേ നേരം ഇരിക്കാൻ എപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റാത്തത് ചൂട് കൊണ്ടായിരുന്നേ. ഇത് ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുണ്ട്. ആ തീമും ആംബിയൻസും മാറ്റാതെ വിൻറ്റേജ് ആൻറ്റി കേരള സ്റ്റൈലിൽ ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുണ്ട്. കിഴിപ്പുറത്ത് പറഞ്ഞ് ആ തുറക്കുന്ന ഒരു ടൈമിലുണ്ടല്ലോ, അതിന് വരുന്ന ഒരു മണം. കുതിർന്ന് കിടക്കുന്ന ബീഫും അതിൻ്റെ കൂടെ കുതിർന്ന് കിടക്കുന്ന പൊറോട്ടയും അതിൻ്റെ മുകളിൽ കിടക്കുന്ന ബീഫും. എവിടെ തുറക്ക് പേഷ്യൻസ് കുറച്ച് അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എവിടെ എത്തിയാലേ.
ആ മുട്ടയുണ്ട്, മുട്ട എനിക്കാണ്. ഓ പോക അങ്ങോട്ട് ഇത് അടിച്ചു വരുന്നു. അതിൻ്റെ കൂടെ നല്ല കിഡിലൻ പാൽക്കപ്പ വിത്ത് ചമ്മന്തി, നല്ല ബീഫ് റോസ്റ്റ്. ഓ കാണുന്നവർക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആവോ. പാൽക്കപ്പ, അതിൽ ഈ മുളക് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ട്, അതിൻ്റെ കൂടെ ഈ ബീഫും കൂടെ വെച്ചാൽ നിങ്ങൾ വന്നൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ എങ്കിലും എങ്ങനെയുണ്ട്? പഴയ ടേസ്റ്റ് തന്നെയാണോ? ബീഫ് ശരിക്കും വീട്ടിലുണ്ടാക്കുന്ന ഒരു ബീഫ് കറിയുടെ ടേസ്റ്റാണ്. തക്കാളിയും ചെറിയ ഒരു എരിവും. പക്ഷെ പാൽക്കപ്പ ഞാൻ എവിടെയും ഇത്രയും ടേസ്റ്റ് ആയിട്ട് പാൽക്കപ്പ കഴിച്ചിട്ടില്ല. ഈ കിഴി പൊറോട്ടയും ഭയങ്കര ടേസ്റ്റ്. ഈ പൊറോട്ട കുതിർന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്രിസ്പി ബൈറ്റും കിട്ടുന്നുണ്ട് കേട്ടോ പൊറോട്ടയിൽ നിന്ന്. ബീഫ് നമ്മുടെ ഈ സാധാരണ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ കിഴി പൊറോട്ടയ്ക്ക് വേണ്ടി ഏതോ സ്പെഷ്യൽ ബീഫ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് നമ്മൾ വിചാരിക്കും മുട്ട ഇതിൻ്റെ കൂടെ മാച്ച് അല്ലാന്ന്, പക്ഷെ മുട്ട പെർഫെക്റ്റ് മാച്ചാണ് ഇതിൻ്റെ കൂടെ. ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ കാലിക്കട്ട് 2 ദിവസം വന്നു കഴിഞ്ഞാൽ 2 കിലോ കൂടിയിട്ട് തിരിച്ചു പോകുള്ളൂ. പിന്നെ ബാക്ക് ടു അവർ റൂം, ഹോള് കണ്ടു, എല്ലാം കൊണ്ടും കാലിക്കട്ട് ജസ്റ്റ് മേക്കിംഗ് അവർ എന്തായിരുന്നു റാഹത്ത്. അതായിരുന്നു ഇന്ന് കാലിക്കട്ട് നമ്മുടെ ഇത്താടെയാണ് റാഹത്ത് വീട് പഠിച്ചത്. അപ്പോ നമ്മുടെ ഇത്തവണത്തെ എക്സിബിഷനും ഉണ്ട്. അതെന്തായാലും നാളെ എന്റെ ഡീറ്റെയിൽസ് വരും ആ വ്ളോഗിന്റെ. ഇന്നത്തെ കാലിക്കറ്റില് ഡേ 1 ഫിനിഷ് ആയി. ഇത്ര പെട്ടെന്ന് പോയി ഭക്ഷണം കഴിച്ച് ഫിനിഷ് ചെയ്തു. പക്ഷെ തിരിച്ചു വരാൻ പറ്റിയ സ്ഥലമാണ്. ഹൈലി റെക്കമെൻഡഡ് ആണ് ഗേറ്റ് വേ ഹോട്ടൽ, എസ്പെഷ്യലി ഇഫ് യു ഗെറ്റ് ഫോർ ദിസ് റേറ്റ്. എല്ലാം കൊണ്ടും സൂപ്പറാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റേക്കേഷൻ വരെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നാളെ വേറൊരു കാലിക്കറ്റ് വ്ളോഗ്, നമ്മുടെ എക്സിബിഷനെ കുറിച്ചുള്ള വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അതിന് കുറച്ച് ഫുഡ് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ ആ വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.